നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മള് ഇന്നലെ ട്രംപിന്റെ വീടിന്റെ അടുത്ത് വരെ എത്താമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. കാരണം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ കണക്ടിവിറ്റിയിൽ മിഥുന്റെ വീട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേരുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഫിലാഡൽഫിയ എത്തിയപ്പോ ഒരു 7-7:30 അപ്പച്ചൻ പറഞ്ഞു, പിള്ളേരെ കുറച്ച് ആപ്പിൾ ജ്യൂസും കുടിച്ച് ഇവിടെ കിടന്നുറങ്ങാന്ന്. അതുകൊണ്ട് ഞങ്ങള് അപ്പച്ചൻ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇത്തിരി ആപ്പിൾ ജ്യൂസും സേവിച്ച് ഫിലാഡൽഫിയയില് കിടന്നുറങ്ങുകയാണ് ഇന്നലെ ഉണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളിപ്പോ ട്രംപിനെ കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹം തേഞ്ഞും പിടിച്ച് വട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അബ്രാഹം ലിങ്കൺ ഉണ്ട്, അത് ഉണ്ട്, കുന്തമുണ്ട്, കുടച്ചക്രുണ്ട്, പൊട്ടിക്കണില്ല. പായക്കപ്പലും വഞ്ചിക്കായിട്ട് ഇയാള് അവിടെ ഇറാന്റെ തീരത്ത് നടക്കാന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ബേപ്പൂർ ഇതിൽ വലിയ സാധനമുണ്ട്, ഓൻ അറിയില്ലല്ലോ. അപ്പച്ചൻ പറഞ്ഞു ഇന്നലെ 7 മണി 7:30 അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഇനി അധികം ബുദ്ധിമുട്ടുണ്ടാ, ട്രംപിനെ നമുക്ക് നാളെ കാണാം, ഇന്ന് ഇത്തിരി ആപ്പിൾ ജ്യൂസും കുടിച്ച് ഇവിടെ എവിടെയെങ്കിലും ചേരിയാന്ന് പറഞ്ഞു. അതെ, അപ്പച്ചനെ അപ്പച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പച്ചന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ അടുത്തേക്ക്. ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങളായിട്ടാ പോകുന്നേ. ഒന്നില്ലെങ്കിൽ പൊട്ടിക്കുക. അതേ ക്യാപിറ്റൽ ബിൽഡിംഗ് കേട്ടോ, അതേ ക്യാപിറ്റൽ ബിൽഡിംഗ് ആയില്ലേ. ഓക്കെ, സുഹൃത്തുക്കളെ, ഞാനും മിഥുനും കൂടി കഴിഞ്ഞ ദിവസം കണക്റ്റിക്കുട്ടിൽ നിന്നും ഏകദേശം 5.5 മണിക്കൂർ അകലെ 1 minute. No, we are good. Is it okay we talk on phone? Can we talk? Can we talk? Can we take a picture? Can you take a picture? Yes. I'm a veteran. Yes. Retired what? Army. Army. Thank you for your service. For drum. For drum. For drum. Very cold. Very cold. അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകർ അവര് നാഷണൽ ഗാർഡാണ്. അവര് അങ്ങോട്ട് നടന്നു പോകുന്നതിനിടയിൽ നമ്മളുടെ മൈക്കിന്റെ ഇതിന്റെ ഇത് കുറച്ച് ബ്ലോക്ക് ആയി. അപ്പൊ ഞാനും മിഥുനും കൂടി ഇന്നലെ കണക്റ്റിക്കുട്ടിൽ നിന്നും യാത്ര തിരിച്ചത് ഇറാൻ വിഷയം ഇവിടെ പൊന്തി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്നാൽ ഇന്ന് രാവിലെ കഥകൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ ഉണ്ടായ കാഴ്ച, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഒരു ട്രേഡ് ഡീല്, ശ്രീമാൻ നരേന്ദ്രമോദിയും ട്രംപും കൂടി ഒരു ട്രേഡ് ഡീൽ എത്തിയിരിക്കുന്നു. 50% പറഞ്ഞു, മോഡി വഴങ്ങിയില്ല. 25 പറ്റില്ല. 18 കൊണ്ടുവന്ന് ട്രംപിനെ പൂട്ടിയിരിക്കുന്നു. അവിടെ താമസിക്കുന്ന ട്രംപിനെ പൂട്ടിയിരിക്കുന്നു മോഡി. അതാണ് സംഭവിച്ചത്. ഞങ്ങൾ വാസ്തവത്തിൽ പെന്റഗണിൽ പിസ വാങ്ങിയിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു പിസയുമായിട്ട് ഇത് അവതരിപ്പിക്കുകയുണ്ടായി. ഇറാനെ ഞായറാഴ്ച രാത്രി അടിക്കും എന്നുള്ളൊരു അഭ്യൂഹം വായുവിൽ നിലനിന്നിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് തകിടം മറിഞ്ഞ് ഇറാൻ ഇന്നലെ അടിക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടായില്ല. എന്നാൽ മോഡിയുമായിട്ട് ധാരണയിലെത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ വൈറ്റ് ഹൗസിൽ വരുന്ന സമയത്ത് ഇമിഗ്രേഷന് വേണ്ടി പ്രതിഷേധിക്കുന്നവർ അവിടെ പഠിക്കിയിരിക്കുന്നുണ്ട്. ഇമിഗ്രന്റ് പേ ടാക്സസ്, ബില്ലിനേഴ്സ് ഡോണ്ട്. അതായത് ഇമിഗ്രൻസ് ടാക്സ് കൊടുക്കുന്നു, വലിയ വമ്പൻ കമ്പനികൾ ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രതിഷേധക്കാര് പറയുന്ന ഭാഷയാണ്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 18% താരിഫ് ആണ് ഇന്ത്യക്ക് മേലെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾ, കോട്ടൺ, മെയിനായിട്ട് കോട്ടൺ, പിന്നെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ് ഇൻഡസ്ട്രിയുമൊക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നതിന് 18%. ഇനി ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം വളരാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്ക, അതിൻ്റെ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ഇന്ന് വീണ്ടും ഒരു പുതിയ സൗഹൃദം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആ ഒരു ദിവസം തന്നെ ഈ ഒരു ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ നിന്നും ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിൽ വളരെയധികം അഭിമാനം. അതേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഇതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്ന വാർത്ത. ഇനി ഇറാനെ കുറിച്ചുള്ളത് തേങ്ങ ഈ സ്വാമി തേങ്ങ കൊണ്ട് പൊട്ടിക്കാൻ നടന്നിട്ട് എപ്പോൾ പൊട്ടിക്കുന്ന അറിയില്ല. ഇറാനെ പൊട്ടിക്കും പറയുന്നുണ്ട്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല.